പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ വിശദമായും ലളിതമായും അവതരിപ്പിക്കുന്ന വീഡിയോയാണിത്. ഈ വീഡിയോ തീർച്ചയായും മുഴുവനായും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീഡിയോയിലോട്ട് കടക്കാം. ഭൂമിയെ നമുക്ക് രണ്ടായി വിഭജിക്കാം: കരപ്രദേശവും സമുദ്രപ്രദേശവും. ഇവയിൽ 29% കരപ്രദേശവും ബാക്കി 71% സമുദ്രവുമാണ്. ഈ 29% കരപ്രദേശത്തിലാണ് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കയും റഷ്യയും. ആഫ്രിക്കൻ മഴക്കാടും സഹാറ മരുഭൂമിയും മറ്റു മരുഭൂമികളും എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ 29%-ത്തിലാണ്. ബാക്കി 71% ജലാംശമാണ്, സമുദ്രമാണ്. അങ്ങനെ ഈ 29%-ത്തിലാണ് 192-ൽ പരം രാജ്യങ്ങളുള്ളത്. അങ്ങനെ സമുദ്രവും കരയും എല്ലാം കൂടി ചേർന്ന് ഭൂമിയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 510 ദശലക്ഷം കിലോമീറ്ററാണ്. അത്രയും വലിയ ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമി സ്വയം കറങ്ങുകയും സൂര്യൻ എന്ന നക്ഷത്രത്തെ ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു. സൂര്യന്റെ വലിപ്പം എന്നത് വ്യാപ്തം വെച്ച് നോക്കുകയാണെങ്കിൽ 1,30,000 ഭൂമിയെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന വലിപ്പമാണ് സൂര്യൻ. ഇതുപോലെ 40 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹമാണ് ഗാലക്സി. അതിൽ നമ്മുടെ ഗാലക്സിയാണ് മിൽക്കി വേ. ഈ നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ 40 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മുടെ ഗാലക്സിയിൽ സെൻട്രലായി ബ്ലാക്ക് ഹോളും ചുറ്റും ഒരു കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹം ചേർന്നതാണ് ഗാലക്സി എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് നെബുല എന്നൊരു വലിയ പ്രകാശത്തിൽ നിന്നാണ്. നെബുല എന്ന പ്രകാശത്തിൽ നിന്ന് ജനിക്കുകയും അത് മരണത്തിന് ശേഷം ബ്ലാക്ക് ഹോളിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ 40 ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ. സൂര്യന്റെ വലിപ്പം ഭൂമിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, വ്യാപ്തം നോക്കുകയാണെങ്കിൽ 1,30,000 ഭൂമിയെ ഉൾക്കൊള്ളുവാൻ സൂര്യന് സാധിക്കും. അത്രയും വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്ന് നോക്കുമ്പോൾ എന്നാൽ സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളുമുണ്ട്, സൂര്യനേക്കാൾ ചെറിയ നക്ഷത്രങ്ങളുമുണ്ട്. 40 കോടി നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ. എന്നാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ SY കുട്ടി എന്ന നക്ഷത്രം സൂര്യനേക്കാൾ 1700 മടങ്ങ് വലിപ്പമുള്ളതാണ്. എന്നാൽ സ്റ്റീഫൻ 13 എന്ന നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രം സൂര്യനേക്കാൾ കോടിക്കണക്കിന് വലിപ്പമുള്ള നക്ഷത്രമാണ്. അത്രയും ഭീമാകാരമായ നക്ഷത്രം പോലും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുണ്ട്. ഇങ്ങനെ എല്ലാം ചേർന്ന 40 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ചേർന്നതാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ഭൂമി സ്വയം കറങ്ങുകയും നമ്മുടെ സൂര്യനെ വലം ചുറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. ഭൂമി സ്വയം ഒരു തവണ കറങ്ങുന്നതിനെയാണ് 24 മണിക്കൂർ അഥവാ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യനെ ഒരു തവണ കറങ്ങുന്നതിനാണ് 365 ദിവസം അഥവാ ഒരു വർഷം എന്ന് പറയുന്നത്. ഭൂമി സൂര്യനെ വലം ചുറ്റുന്നതോടൊപ്പം സൂര്യനും വലം ചുറ്റുന്നുണ്ട്. സൂര്യൻ വലം ചുറ്റുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ സൂര്യൻ ഒരു തവണ വലം ചുറ്റാൻ 230 മില്യൺ വർഷം എടുക്കും. ഇതിനെയാണ് കോസ്മിക് ഇയർ എന്ന് പറയുന്നത്. 230 മില്യൺ വർഷം എടുക്കും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ ഒരു തവണ സൂര്യൻ വലം ചുറ്റാൻ. അപ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സി എത്ര വലിപ്പമുള്ളതാണെന്ന് ചിന്തിക്കുക. സൂര്യൻ ജനിച്ചതിന് ശേഷം ഇതുവരെ 21ാമത്തെ തവണയാണ് മിൽക്കി വേ ഗാലക്സിയെ വലം ചുറ്റുന്നത്. 20ാമത്തെ തവണ വലം ചുറ്റുമ്പോൾ നമ്മുടെ സൂര്യൻ മിൽക്കി വേ എന്ന ഗാലക്സിയെ 20ാമത്തെ തവണ ചുറ്റുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ദിനോസറുകളും മറ്റു ജീവജാലങ്ങളുമായിരുന്നു. ഇപ്പോൾ 21ാമത്തെ തവണയാണ് സൂര്യൻ മിൽക്കി വേ എന്ന ഗാലക്സിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദിനോസറുകളെല്ലാം നാമാവശേഷമാവുകയും മനുഷ്യരും മറ്റു ഇതര ജീവികളുമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി 22ാമത്തെ തവണ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ സൂര്യൻ വലം ചുറ്റുമ്പോൾ മനുഷ്യരുണ്ടാകണമെന്ന് ഒരു സാധ്യതയുമില്ല. കാരണം 230 വർഷം കഴിയും 22ാമത്തെ തവണ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയെ വലം ചുറ്റുമ്പോൾ. 230 മില്യൺ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ അതോ മറ്റു ജീവജാലങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമോ എന്നൊന്നും നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ സാധിക്കുകയില്ല.
നിങ്ങളിപ്പോൾ കാണുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായ സ്റ്റീഫൻസൺ 218നെയാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 20,000 പ്രകാശവർഷം അകലെയാണ് ഈ ഒരു നക്ഷത്രത്തിന്റെ സ്ഥാനം. നമ്മുടെ സൗരയൂഥത്തെ പോലും മുഴുവനായും മൂടാനുള്ള വലിപ്പം ഈ ഒരു നക്ഷത്രത്തിനുണ്ട്. അതിലുപരി കോടിക്കണക്കിന് സൂര്യന്റെ വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിവുണ്ട്. അതുപോലെ നമ്മുടെ സൂര്യൻ ഒരു വർഷമെടുത്ത് മുഴുവനായി പുറത്തുവിടുന്ന ഊർജം ഇത് മിനിറ്റുകൾ കൊണ്ടാണ് പുറത്തുവിടുന്നത്. ഈ നക്ഷത്രത്തിനടുത്തായി സൂര്യനെ വെച്ചാൽ സൂര്യൻ ഒരു ചെറിയ പൊടി പോലെ മാത്രമായി നമുക്ക് തോന്നും. എന്നാൽ ഇത്രയും വലിയ നക്ഷത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ബ്ലാക്ക് ഹോളിന് സമീപത്ത് വെച്ചാൽ ദാ ഇത്ര മാത്രമേ ഉള്ളൂ. മിൽക്കി വേ ഗാലക്സിയിൽ 40 ലക്ഷം കോടി നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞുവല്ലോ. ഈ സൂര്യന് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട് എന്നതുപോലെ തന്നെ മിൽക്കി വേ ഗാലക്സിയിലെ ഓരോ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സൂര്യന് ഭൂമി എന്ന ഗ്രഹം ഉള്ളതുപോലെ തന്നെ ഓരോ നക്ഷത്രത്തിനും ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ തന്നെ 40 ലക്ഷം കോടി ഭൂമികളുണ്ട് എന്ന് സാരം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ 40 ലക്ഷം കോടി നക്ഷത്രമുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ മിൽക്കി വേ എന്ന ഗാലക്സി പോലെ മില്യൺ കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ മില്യൺ കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികളിൽ എത്ര കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവാം? ഈ നക്ഷത്രങ്ങളെല്ലാം ജനിക്കുന്നത് നെബുല എന്നൊരു വലിയ ഒരു പ്രകാശത്തിൽ നിന്നാണ്. നക്ഷത്രങ്ങളുടെ വലിപ്പം തന്നെ നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ജനിക്കുന്ന ഈ നെബുല എന്ന പ്രകാശം എത്ര വലിപ്പമുള്ളതാണെന്ന് മനസ്സിലാക്കുക. നക്ഷത്രങ്ങൾ നെബുല എന്ന പ്രകാശത്തിൽ ജനിക്കുകയും അവ മരണപ്പെടുമ്പോൾ ബ്ലാക്ക് ഹോളിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ നെബുലയെക്കുറിച്ചും ബ്ലാക്ക് ഹോളിനെ കുറിച്ചും വിശദമായ വീഡിയോ വരും വീഡിയോകളിൽ നമ്മൾക്ക് വിശദീകരിക്കാം. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഭൂമി നക്ഷത്രത്തെ വലം ചുറ്റുന്നു. നക്ഷത്രങ്ങൾ ഗാലക്സികളിൽ സെൻട്രൽ ഒരു ബ്ലാക്ക് ഹോളാണ്, ചുറ്റും നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളെല്ലാം ഈ ബ്ലാക്ക് ഹോളിൽ ചുറ്റി ഈ ഗാലക്സിന്റെ ഉള്ളിൽ വട്ടം ചുറ്റും. മനുഷ്യൻ ചിന്തിക്കുന്നത് നാം ജീവിക്കുന്ന ഈ ഭൂമി പോലെ ജീവനുള്ളതുമായ ഒരേ ഒരു ഗ്രഹം മാത്രമാണ് ഉള്ളത് എന്നാണ്. എന്നാൽ നമ്മുടെ ഈ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ തന്നെ ഓരോ നക്ഷത്രങ്ങളുടെ ഗ്രഹമായിട്ട് ഭൂമിയെ പോലെ സാമ്യമായ മില്യൺ കണക്കിന് കോടി ഭൂമികളുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ കോടിക്കണക്കിന് ഭൂമികളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ഗാലക്സികളും ചേർന്ന് എത്ര മില്യൺ കണക്കിന് ഭൂമികൾ ഉണ്ടായിരിക്കും? ഭൂമി സൂര്യനെ വലയം ചുറ്റുന്നു. നമ്മുടെ മൂൺ അഥവാ ചന്ദ്രൻ ഭൂമിയെ വലം ചുറ്റുന്നു. ഭൂമി സൂര്യനെ വലയം ചുറ്റുന്നു. സൂര്യനും മറ്റു നക്ഷത്രങ്ങളും ഗാലക്സിയെ വലയം ചുറ്റുന്നു. ഈ ഗാലക്സികൾ മില്യൺ കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഇവയെല്ലാം വലിയൊരു പ്രകാശഗോളത്തെയാണ് വലയം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇതുപോലത്തെ മില്യൺ കണക്കിന് ഗാലക്സികളും ഈ പ്രകാശവും ചേർന്ന മില്യൺ കണക്കിന് പ്രകാശങ്ങളുണ്ട്. അവയെല്ലാം കൂടി ചേർന്നതാണ് ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ കോടിക്കണക്കിന് മില്യൺ കോടിക്കണക്കിന് യൂണിവേഴ്സുകൾ ഉണ്ടാകാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. രാത്രി കാലഘട്ടത്തിൽ വീട്ടിന് പുറത്തു നിന്ന് ആകാശത്തേക്ക് നോക്കി ഇവയെല്ലാം ഓരോന്നായി ചിന്തിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.